തനി പട്ടിന്റെ ടിഷ്യൂ ഉണ്ട്, തൂവല് പോലെ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ആ ടിഷ്യൂക്കകത്ത് ഹെവി ലക്ഷറിയസ് ആയിട്ടുള്ള ജർദോസി ചെയ്താലുള്ള ഭംഗി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? സോ പ്രീമിയം ആൻഡ് എലഗന്റ് ആയിട്ടുള്ള പ്യോർ ബനാറസി ടിഷ്യൂ ഫാബ്രിക്, ഹാൻഡ്ലൂം ടിഷ്യൂ ഫാബ്രിക് വിത്ത് സൂപ്പർ ഗോർജിയസ് ആയിട്ടുള്ള എന്താ പറയാ ഇത് ജർദോസി വർക്ക് പ്ലസ് ദിസ് കൈൻഡ് ഓഫ് കോൺട്രാസ്റ്റ് പ്യോർ സിൽക്ക് ജർദോസി വർക്ക്ഡ് ബ്ലൗസ്. എല്ലാം പറയാനുണ്ടോ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസിന്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്ലൗസിന്റെ സ്ലീവിലും ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും ഒക്കെ ഹെവി ജർദോസി കസവും കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ സാരി എന്ന് പറഞ്ഞാൽ ഒന്നുമേ പറയാനില്ല ഈ സാരിയെ പറ്റി. ബ്രൈഡിനാണെങ്കിൽ ഞാനിത് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറയും? ഫുൾ സ്ലീവ് ബ്ലൗസും ക്ലോസ് നെക്കും ഹെവി കുന്തൻ ജ്വല്ലറിയും നമ്മുടെ മാത്തപ്പത്തിയോ വലിയ നല്ല എന്താ പറയാ ചുട്ടിയൊക്കെ ഇട്ട്, അതായത് ജ്വല്ലറിക്ക് നല്ല റോളുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റൈലിംഗ് ജ്വല്ലറീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും നമ്മുടെ കുട്ടികൾ. സോ നമ്മുടെ ഇത് കാണുന്ന ആരെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ സ്റ്റൈലിംഗ് ചെയ്യാനൊക്കെ നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പറഞ്ഞു തന്നോളൂ. ഇവിടുത്തെ തന്നെ സ്റ്റൈലിസ്റ്റുകൾ കുട്ടികൾ പറഞ്ഞു തരും. ഇപ്പൊ റെന്റൽ ജ്വല്ലറീസും മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും. കാരണം ഞങ്ങളുടെ ബ്രൈഡ് ഒരു ബോളിവുഡ് ക്വീൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്രിൻസസിന്റെ പോലെ ഒരുങ്ങി വരണം എന്ന് ഞങ്ങളാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കാളും. സോ അങ്ങനെ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ല ഓപ്ഷൻ. ആൻഡ് ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടി ഹെവി ബോഡി ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ കുറച്ച് ഹെവി ലുക്ക് വേണ്ട നമ്മുടെ ബ്രൈഡിന്റെ അമ്മയോ ഗ്രൂമിന്റെ അമ്മയോ ഒക്കെ കാണും. കാരണം നമ്മളുടെ വെഡിങ് ഡേ കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മക്കളുടെ വെഡിങ് ഡേ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിന്റെ വെഡിങ് ഡേ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളുടെ വെഡിങ് ഡേ. സോ അതിൽ സ്റ്റാർ ആവാന്നുള്ള ഏതൊരു അമ്മയുടെയും അല്ലെങ്കിൽ ഏതൊരു പെങ്ങളുടെയും അങ്ങനെ ഏതൊരു അനിയത്തിയുടെയും അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ ഒക്കെ ആഗ്രഹമായിരിക്കും. അപ്പൊ അതേപോലുള്ള ആളുകൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റും. 55,000 ആണ് പ്യോർ ഹാൻഡ്ലൂം ടിഷ്യൂ ബനാറസി വിത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് സൂപ്പർ ഗോർജിയസ് ആയിട്ടുള്ള. അതായത് 5.5 മീറ്റർ എലഗൻസില് 5.5 മീറ്റർ സാരിയിൽ ഫുള്ളും ജർദോസിയാണ് ചെയ്തേക്കണം. വർക്കിന് തന്നെ 15 ദിവസത്തിന് മുകളിൽ 10 കാരിഗേഴ്സിനെ ഇരുത്തിയാണ് നമ്മൾ ചെയ്യിപ്പിച്ചേക്കുന്നത്. അതിന് മാത്രം വർക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. കണ്ടോ, ഫുള്ളും ജർദോസിയുടെ ഒരു ബ്യൂട്ടി. സോ ഇതിലും നല്ലൊരു ഇത്രയും ഡീറ്റെയിലിംഗ് നമുക്ക് ഈ സാരിയെ പറ്റി പറയാനില്ല. റെഡ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി ചർച്ച് വെയർ ആയിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഇത് ടിഷ്യൂ തന്നെ ഫുൾ ബ്ലൗസ് കൊടുത്തിട്ട് സ്റ്റൈലിംഗ് ചെയ്താണെങ്കിലും കുന്തൻ ജ്വല്ലറി എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നോർത്ത് ഈ ബ്രൈഡ് പോലെ ഒരു ചർച്ച് വെയർ ലുക്കിൽ ഇറങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ കൈൻഡ് ഓഫ് ബനാറസി ടിഷ്യൂന്റെ പല പല പാറ്റേൺസ് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. റൈറ്റ് നൗ ഞാൻ കാണിക്കുന്ന കളക്ഷൻസ് കൊച്ചിൻ ഷോറൂമിലെ കളക്ഷൻസ് ആണ്. കൊച്ചിൻ ഷോറൂമിലും ഉണ്ടാവും ഇതിനോട് സിമിലർ കളക്ഷൻസ് ആലപ്പിയിൽ വന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആൻഡ് മെയിൻ തിങ്, ഇത്രയും എക്സ്പെൻസീവ് സാരീസ് എടുക്കുമ്പോൾ നിങ്ങൾ ഷോപ്പിൽ തന്നെ വന്നെടുക്കുക. ബ്രൈഡിന് ഫുള്ള് ഡ്രേപ്പ് ചെയ്ത് സ്റ്റൈൽ ചെയ്തൊക്കെ കാണിച്ച് അതിന്റെ പാറ്റേൺസ് ഒക്കെ കാണിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നായി നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അതിലുപരി ഇവിടെ തന്നെ സ്റ്റിച്ചിങ്, അതായത് ബ്രൈഡൽ ബ്ലൗസ് ഒക്കെ ഭയങ്കര എക്സ്പേർട്സ് ആണ്. സോ നിങ്ങൾക്ക് ആ ഹെഡേക്ക് ഒന്നുമേ പേടിക്കേണ്ട. അതെല്ലാം ഞങ്ങൾ തന്നെ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് ഡിസൈനിങ് ഒക്കെ ചെയ്ത് ഹാൻഡ് വർക്ക്സ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു തരും. സോ ഇപ്പൊ കൊച്ചിൻ ഷോറൂം വിസിറ്റ് ചെയ്യാൻ പറ്റാവുന്നവർ കൊച്ചിൻ ഷോറൂം വിസിറ്റ് ചെയ്യുക. ആലപ്പിയിൽ വരാൻ പറ്റാവുന്നവർ ആലപ്പി വരും. റൈറ്റ്, ഞാൻ എപ്പോഴും കൊച്ചിൻ ഷോറൂം എടുത്ത് പറയുന്നത് മിക്കവാറും വീഡിയോസ് ഇവിടെ വെച്ചായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സിമിലർ കളക്ഷൻസ് ആലപ്പിയിൽ ഉണ്ട്. ഓഫ് കോഴ്സ് ആലപ്പിയിൽ ഓൾസോ അവൈലബിൾ ആണ്. അവിടെ വരാൻ പറ്റാവുന്നവർ അവിടെ വരാം, കൊച്ചിയിൽ വരാൻ പറ്റാവുന്നവർ കൊച്ചിയിൽ വരിക. ആൻഡ് നിങ്ങൾക്ക് ഈ സാരി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. താങ്ക് യു.